പറഞ്ഞത് ഞാൻ കേട്ടില്ല. സോ ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എല്ലാവരും വന്നതിന് വലിയ താങ്ക് യു. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു മൂഡ് കിട്ടിയിട്ടുണ്ടാവും, ഒരു വൈബ് കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് സിനിമ. ഇറ്റ്സ് ബേസിക്കലി കോമഡി ഫിലിം. ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് എൻ എൻ്റർടൈനർ. കൂടാതെ അതിലൊരു ഏലിയൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു പരിപാടി ഉള്ളതാണ് നമുക്ക് എല്ലാവരും വിചാരിക്കുന്നത്. സോ ഈ കാണുന്ന ആൾക്കാരൊക്കെ തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ഫിലിം. ബാക്കി കൂടുതൽ നമ്മുടെ നായകൻ പറയും ആൻഡ് അതേഴ്സ് വിൽ ഫോളോ. സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവരും ഇവിടെ നമ്മളെ കാണാൻ വേണ്ടി വന്നതിൽ, നമ്മുടെ പടത്തിനെ പറ്റി അറിയാൻ വേണ്ടി വന്നതിൽ താങ്ക് യു സോ മച്ച്. യെസ്, ആൻഡ് നൗ ഡെഫിനറ്റ്ലി നമ്മളെ ഇന്ന് സർപ്രൈസ് ചെയ്ത് കളഞ്ഞ ഒരാളാണ് our very own NJ. We thought you wouldn't show up, but you ended up surprising us. Thank you so much. And yes, can we get a little bit about the movie? നമുക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ജോൺറ ആണ് ഇതൊക്കെ? Let's hear it from the man of the hour himself, NJ Neeraj Madhav. താങ്ക് യു. ഇവിടെ ഇതാണ് മാർക്കല്ലേ, സിനിമയിൽ ഇതുപോലെ മാർക്ക് എപ്പോഴും എനിക്ക് മിസ്സാവും. ആരാ ഞാൻ വരില്ല എന്ന് പറഞ്ഞത്? മഴ ആയതുകൊണ്ട്, ബ്ലോക്കൊക്കെ ആയതുകൊണ്ട്. ബട്ട് ടീച്ചർ കണ്ടില്ലേ? രസമുണ്ടാ? ആണോ? ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സിനിമ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അല്ലേ? ഒരു സൈഫൈ ജോണറിലുള്ള സിനിമയാണ്, സൈഫൈ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരു ഏലിയൻ സാധാരണ അമേരിക്കയിലൊക്കെയാണല്ലോ സ്ഥിരമായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇവിടെ കേരളത്തിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിലൊരു ഏലിയൻ ലാൻഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന വളരെ ഫൺ ഇൻസിഡൻസ് ആണ്. ചിരിക്കാൻ പറ്റിയ പടമാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിരിക്കാൻ പറ്റിയ പടമാണ്. കുറേ പാട്ടുകളുണ്ട്, കുറേ എന്താ പറയുക, ഹാപ്പി ഫൺ മൊമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ആക്ഷനും കുറച്ച് ഇമോഷനും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഫൺ പാക്ഡ് മൂവി, ഒരു എൻ്റർടൈനർ മൂവിയാണ്. അത്ര ഇപ്പം ഞാൻ പറയുന്നത്. ബാക്കി വിൽ സീ ഇൻ ദ തിയേറ്റർ, അല്ലേ? ജൂലൈ 30th പടം ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടീസർ കണ്ടിട്ട് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാ പടങ്ങളും, തിയേറ്റർ പടങ്ങൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ വൈബ് തരുന്നൊരു പടം അങ്ങനെ ആയിട്ടുണ്ട്. ചില പടങ്ങൾ നമ്മൾ കാണുമ്പം ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് OTT വരുമ്പോൾ കാണാം. പക്ഷെ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അതിനുള്ള പണി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വലിയ പടമൊന്നുമല്ല, ഞങ്ങൾ മുട്ടാൻ പോകുന്നത് മറ്റൊരു ചെറിയ പടമായിട്ടാണ്. നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ ഒരു പടം വരുന്നുണ്ട്, സ്പൈഡർമാനായിട്ടാണ് ക്ലാഷ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ സിനിമയ്ക്കുണ്ട്. അത് തീരുമാനിച്ചത് ഞാനല്ല, അത് ഡയറക്ടറാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പുള്ളി പറയാം. Kumar and Rashmi Redhu, the producers of Pluto. Can we please have both of you on stage and join us? Thank you so much for being here with us today. Yes, so Vannapu Thotte വളരെ ഒരു beautiful gothic outfit ഒരു lady. I can't help but take my eyes off of her. Arsha Baiju, and I believe this is your first time at Century Sass. അല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊമോഷനോടെ വന്നിട്ടുണ്ട്. Oh, that's great. So this is your second time. So how does it feel to be back and just, be around all of this wonderful girl power energy? Thank you so much. Hi Century Sass. ഞാൻ എൻ്റെ
ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊമോഷന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു ഹോളുണ്ട് ഇവിടെ, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഭയങ്കര വൈബായിരുന്നു. നമ്മൾ കുറേ നമ്മുടെ ടീമിൽ എല്ലാവരും വന്നപ്പോൾ ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടെ വരാൻ പറ്റിയതിന്. പ്ലൂട്ടോ 30th റിലീസാവുകയാണ്. നമുക്ക് എല്ലാവർക്കും സൈഫൈ ഫിലിംസ് ഇഷ്ടമുള്ളൊരു ജോണറാണ്. ഓൾമോസ്റ്റ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ജോണറാണ്. അതിൻ്റെ കൂടെ ഫൺ എലമെൻറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല രസിച്ചിരുന്ന് കാണാൻ പറ്റും. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ എല്ലാവരും പോയി സിനിമ കാണും. താങ്ക് യു സോ മച്ച് ഫോർ വെൽക്കമിങ് അസ്. താങ്ക് യു. Yes, so we have the rest of the cast members here. കുറച്ചുപേര് എവിടെ പോകണം പോലെ ഒരു പാട്ട് ലോഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. Yes, yes. നിങ്ങളെ കാണാൻ വേണ്ടിയല്ലേ ഞങ്ങള് വന്നത്. എന്നിട്ടിപ്പോ ഫുഡ് അടിച്ചില്ലേ? ഞങ്ങൾ കഴിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കഴിക്കാം. ചിലവർക്ക് അവരുടെ ഫ്രഷേഴ്സ് ഡേ ആണ്. നമ്മുടെ ന്യൂവസ്റ്റ് ബാച്ചിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫ്രഷേഴ്സ് പാർട്ടിയുടെ ഒക്കെ തിരക്കിലാണ്. So, but please, as much as you can, please try to stay back because newest music launch നമ്മൾ നേരത്തെ ഒരിക്കലും കേട്ടതാണ്. But once again, it will be played once again. And Neeraj Madhav, the one and only NGOടൊപ്പം ഒരു sing-along session കൂടെ ഉണ്ടാവുന്നതാണ്. So, you definitely do not want to miss any of it. So, Pancham and Prem, please try to stay back and enjoy the show. Thank you so much. Yes, now നമുക്ക് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് കേൾക്കാല്ലേ. We have Subin Tarzan. Let us hear നമസ്കാരം. ഇത്രയും സുന്ദരിമാരെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷത്തിലാണ്. പിന്നെ എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ സന്തോഷം ഒന്ന് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഈ മാസം 30-ാം തീയതി നമ്മുടെ പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയാണ്. ഇതിലെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സാധാരണ മലയാളം സിനിമ പോലെ അല്ല. ഇതിൻ്റെ ടീസറായാലും ഇനി കാണാൻ പോകുന്ന സോങ് ആണെങ്കിലും എല്ലാം ഭയങ്കര തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ സിനിമ. ഒരുപാട് അവകാശവാദങ്ങളോ ഭയങ്കര പൊക്കിപ്പറച്ചിലുകളോ ഒന്നും പറയുന്നില്ല. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. കാരണം ഒരു കൂട്ടം ചെറുപ്പക്കാർ അണിയിച്ചൊരുക്കിയ ഒരു നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഒരുപാട് ചിരിക്കാനുണ്ട്. വിഷ്വലി ഒന്ന് കണ്ട് അത്ഭുതപ്പെടാൻ പറ്റുന്ന കുറേ മുഹൂർത്തങ്ങൾ അടങ്ങിയ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടും പറയണം നല്ല സിനിമയാണ്, പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് മൊബൈൽ സ്ക്രീനിൽ കണ്ടു കളയേണ്ട ഒരു ചെറിയ ചിത്രമല്ല. അത്രയ്ക്ക് മികച്ച ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ പടം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഇങ്ങനെ കണ്ടത് ഒത്തിരി സന്തോഷം. ഇങ്ങനൊന്നും നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. ഇപ്പം ജൂലൈ 30-ാം തീയതി പ്ലൂട്ടോ റിലീസാണ്. ഞാനും ഈ പടത്തിലുണ്ട്. അതിന് സഹായിച്ച പ്രൊഡ്യൂസർ, ഡയറക്ടർ, പിന്നെ വർക്ക് ചെയ്ത ആശ ചേച്ചി, നീരജ് ബ്രോ, സുബിൻ ദാസൻ, എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അറിയാതിരിക്കുമല്ലോ ഞാൻ മറ്റേ റീൽസും പരിപാടി. അപ്പൊ നിങ്ങൾ അതിൽ തന്ന സപ്പോർട്ട് ഇതിലും തരണം. ലൈക്ക് അടിക്കുന്നതിന് പകരം ടിക്കറ്റ് എടുത്ത് പടം കാണണം. പ്രത്യേകിച്ചൊന്നും പറയില്ല. ഇപ്പൊ എല്ലാവരും കൂടെ കാണണം. നമ്മുടെ പടം വിജയിപ്പിക്കണം. എന്തായാലും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സന്തോഷം. ഇതൊന്നും പറയുന്നില്ല. താങ്ക് യു. സൂപ്പർ ഹിറ്റ്സ് ആവുന്ന കാര്യം, അതിന്റെ കാര്യം നമ്മൾ നോക്കൂലേ. STC നോക്കില്ലേ? It releases on July 30th. And yes, now എനിക്കിനി I want
want to hear from the producers. So, നമുക്കൊരു പ്രോജക്റ്റ് നമ്മുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും ഒരു സ്പാർക്ക് തോന്നുമ്പോഴാണല്ലോ ഐ വോണ്ട് ടു ഡു ദിസ് പ്രോജക്റ്റ് എന്ന് തോന്നുന്നത്. ഐ വോണ്ട് ടു ഹിയർ ദാറ്റ് മൊമെന്റ് ഫ്രം എനി വൺ ഓഫ് യു. കുഡ് യു പ്ലീസ് ഷെയർ വാട്ട് ദാറ്റ് മൊമെന്റ് ഫെൽ ലൈക്ക് ആൻഡ് വാട്ട് ദാറ്റ് വാസ് ഓൾ അബൌട്ട് വിത്ത് us? ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് റോക്കറ്റ് ഫിലിംസിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടായ പ്രോജക്റ്റാണ്. വെരി ഫ്യൂ ഡേയ്സ് വി ഡിസ്കസ് ആൻഡ് ദ പ്രോജക്റ്റ് ഈസ് ഓൺ. സോ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഇവരുടെ എല്ലാം ഭയങ്കര കോപ്പറേഷൻ. എല്ലാ യങ്സ്റ്റേഴ്സാണ് ഇത് വർക്ക് ചെയ്തത്. ഐ എൻജോയ് വർക്കിംഗ് വിത്ത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും താങ്ക് യു. താങ്ക്സ് എല്ലാം. Thank you so much for sharing. And now we are moving on to the much awaited part of the day. That is Pluto movie ന്റെ music launch. ഞാൻ നേരത്തെ ഒന്നും കൂടി പറഞ്ഞായിരുന്നു, ഇന്നാണ് അവരുടെ music launch date. And we are some of the first ones to be listening to their music for the first time. നമ്മൾ ഒരിക്കലും മുമ്പ് കേട്ടതാണ്, but it's time to listen to it once again. And ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ലിറിക്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് നോക്കി പഠിച്ചു വെച്ചോ, because ചിലപ്പോ if we are lucky, will we get an exclusive sing along session with the one and only NJ? നമുക്കൊരു ചെറിയ കോൺസേർട്ട് കിട്ടില്ലേ ഇവിടെ? Yes, so let's take our eyes to the LED screen to watch their latest music video. We carried a break. Break? You mean like a breakup? അതെ. Meera! What? Yes, and now I'm about to hand over the mic to none other than NJ. Can we hear this song from the man of the hour himself, Neeraj Madhav? And ningalokku lyrics പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് I hope, because it would be great if you guys can sing along with him. കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ബ്രേക്കപ്പ് സോങ് ആണ്. അതായത് പടത്തില് ആർഷ എന്നെ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ള പാട്ടാണ്. വിക്കി റെഡ് ഫ്ലാഗ് ആട്ടോ. ഇതൊക്കെ നിത്യം. വിക്കി എൻ്റെ ക്യാരക്ടർ. സോ ബേസിക്കലി മറ്റേ നമ്മൾ തമിഴ് പടങ്ങളിലൊക്കെ കുറേ ബ്രേക്കപ്പ് സോങ്സ് കാണാറുണ്ട്. അപ്പോൾ ഇതിലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഫൺ, അതായത് ഒരു സിറ്റുവേഷൻ, മറ്റേ അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവേദന എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം പടത്തിൻ്റെ ജോണർ കോമഡി ആയതുകൊണ്ട് ബ്രേക്കപ്പ് ഇതിൽ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിൾ ബ്രേക്കപ്പ് സോങ് ആണിത്. അപ്പോൾ നമ്മുടെ പടത്തിലെ ആദ്യത്തെ ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് ഇത് ഇറങ്ങുകയാണ്. ബേസിക്കലി മീൻസ് പോണാൽ പോട്ടും പോടാ എന്നാണ് പറയുന്നത്. അതായത് ലൈഫിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പോണാൽ പോട്ടും പോടാ. മനസ്സിലായി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരും ലയൺ കിങ് കണ്ടിട്ടുണ്ടോ? ലയൺ കിങ് ഹക്കുന മത്താത്ത എന്ന് കേട്ടിട്ടുണ്ടോ? ഹക്കുന മത്താത്ത. ഹക്കുന മത്താത്ത എന്ന് പറഞ്ഞാൽ എന്താ? പോണാ പോട്ടും പോടാ. സോ ബേസിക്കലി പണ്ട് നമ്മുടെ ബാലരമയിൽ ഈ ലയൺ കിങ്ങിൻ്റെ ടിമോൺ ആൻഡ് പുംബയുടെ കാർട്ടൂൺ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പോണാൽ പോട്ടും പോടാന്നാണ് അതിനകത്ത് ഉണ്ടാവാറ്, ഹക്കുന മത്താത്ത. സോ ആ ഒരു ഐഡിയ സ്ട്രൈക്കായി. സോ ബേസിക്കലി ദ ലൈൻ ഗോസ് ലൈക്ക്, ഇത് ഞാനിവിടെ പാടണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പാടണം. ഓക്കെ ആണോ? ഒന്നുമില്ല, ഈ ഒറ്റ സാധനം പാടിയാൽ മതി. പോണാ പോട്ടും പോടാ. ഓക്കെ, റെഡി? 5 6 7 8. ഇത്ര എനർജി ഉള്ള ഇത് ഞാൻ കുറച്ചുകൂടെയൊക്കെ പവർ. ഞാനിതിവിടെ നാലാമത്തെ തവണ കണ്ട വരുന്നത്. ഞാൻ കണ്ട പവർ ഇതല്ല കേട്ടോ. അതൊന്ന് ഒരു അവസരം കൂടെ തരാം. 5 6 7 8. കുറച്ചും കൂടെ ഒന്ന് സിങ്ക്രണൈസ്ഡ് ആവാറുണ്ട്. സോ ബേസിക്കലി ഗോസ് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കൊറിയോഗ്രാഫിയും കൂടി ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി
ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സിമ്പിളാണ്. ചങ്കിൽ വെച്ച പെണ്ണും പോയി പോണ പോട്ടും പോടാ. Can you do with me? So every പോണ പോട്ട് പോട വരുമ്പോൾ do this. Okay? പാട്ടൊന്ന് പ്ലേ ചെയ്തു. We carried a break. Break? You mean like a breakup? ആ അതെ. മീര പോടാ. പോണ പോട്ടും പോടാ പറഞ്ഞോട്ടോ. ചങ്കിൽ വെച്ച പെണ്ണും പോയി ലൈഫിൽ മൊത്തം പണ്ടും പോയി ബാങ്കിൽ വെച്ചത് മാറിപ്പോയി തിങ്കൾ ചൊവ്വ മാറിപ്പോയി കിട്ടിയ ലോട്ടറി കീറിപ്പോയി ചിക്കിലി എല്ലാവരും ഊളിപ്പോയി സപ്ലി എത്ര കയറിപ്പോയി തൊട്ടത് മൊത്തം പാളിപ്പോയി. ഞാനൊരു പഞ്ചറ് വണ്ടി കാറ്റുപോകിലും മണ്ണി എന്നും മുഴുവൻ മതി പായ്വെന്ത് കുഴിമതി തൊട്ടുകൂടുവാൻ എന്താണെന്നും ചാകുവാൻ വേദന മനസ്സിൻ വേദന എന്തൊരു യാതന വല്ലഭരോധന യാചന മറക്കൻ പ്രാർത്ഥന അടിക്കും റാണി എന്തൊരു വ്യാജന ലൈഫിൽ മൊത്തം പണുമ്പോ Thank you so much for treating us like mini NJ exclusive concert. We thoroughly enjoyed it. Our audience response kandappo thanne manasai everybody thoroughly enjoyed it. Can we thank him once again with a loud round of cheers? Yes, ഇനി നമുക്ക് ഇവർക്ക് ചെറിയൊരു പണി കൊടുക്കാം അല്ലേ? പണി കൊടുക്കാൻ ഒരു ടാസ്ക് കൊടുക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ആർ ഫെമിലിയർ വിത്ത് ദിസ്. പക്ഷേ ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പോകുന്നൊരു കോൺസെപ്റ്റ് ആണ്. ഒരു ഡയലോഗ് പല ഇമോഷൻസ് ആയിട്ട് പറയുക. ഫെമിലിയർ അല്ലേ? നമ്മുടെ ഡയറക്ടർ സാർ ഇപ്പൊ തന്നെ പണി ആയല്ലോ എന്ന് അവിടെ ആലോചിച്ചപ്പോട്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി സിമ്പിൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയലോഗ് പറഞ്ഞു തരും ആൻഡ് ഐ വോണ്ട് യു ഗൈസ് ടു സേ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഇമോഷൻസ്. ആ ഇമോഷനും ഞാനാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ടർ സാറിന് നമുക്ക് ഓക്കെ ഫസ്റ്റ് നമുക്ക് കാസ്റ്റ് വെച്ച് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ നിഹാൽ പോപ്പുലർ ഡിമാൻഡ് കാരണം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഏറ്റവും ഫാൻസ് ഉള്ള നിഹാലിനാണ്. യെസ്, അപ്പൊ എല്ലാ ഡയലോഗും ഒരിക്കലല്ല ചുമ്മാ. അപ്പൊ എല്ലാ ഇമോഷനും നിഹാൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് വേണോ? ഓഡിയൻസ് പറ, എല്ലാ ഇമോഷൻ നിഹാൽ തന്നെ ചെയ്യണോ അതോ അല്ല? അത് വേണ്ട. യെസ്, അപ്പോൾ നിഹാൽ നമുക്ക് ഹാപ്പി കൊടുക്കാം. ആൻഡ് ഫോർ സുബിൻ ലെറ്റ്സ് ഡു ഡിപ്രസ്ഡ്. ആൻഡ് എൻജെ ലെറ്റ്സ് ഗിവ് യു ഓൺ യുവർ ലാസ്റ്റ് ബ്രെത്ത്. അതായത് മരിക്കാൻ പോകുന്നതിന് ഒരു നിമിഷത്തിന് മുമ്പായിരിക്കും. ഞാൻ പാട്ട് പാടിയോണ്ട് ഞാൻ കളിയില്ല കേട്ടോ. Yes, of course. And for you, let's do flirty. അതോ നമ്മൾ switch ചെയ്യണോ? NJ flirty and should we do that? Yes. Okay, എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡയലോഗ് ഇങ്ങനെയാണ്: ഞാൻ ആരാണെന്ന് അറിയോ? ഞാനൊരു മഹാസംഭവമാണ്. ഇതാണ് ഡയലോഗ്. ആൻഡ് ഈ ഇമോഷൻസ് വെച്ചിട്ട് വേണം പറയാനായിട്ട്. ക്ലിയർ അല്ലേ? ഓഡിയൻസിന് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ടൈമായി. പുള്ളി പറയുന്നതായിരുന്നു കറക്റ്റ്. യെസ്, ഞാൻ ആരാന്ന് അറിയോ? ഞാനൊരു മഹാസംഭവമാണ്. ഹാപ്പി ആയിട്ട് വേണം പറയാൻ. ഹാപ്പി ആയിട്ടാ ഞാനെന്തറിയോ, ഞാൻ ഭയങ്കര സംഭവമാണ്. യെസ്, പെർഫെക്റ്റ്, nailed it. ഇനി ഡിപ്രസ്ഡ്.
ഞാൻ ആരാണെന്നറിയോ? ഞാൻ ഭയങ്കര സംഭവമാണ്. ഞാൻ പാട്ട് പാടിയില്ലേ? NJ flirty വേണോ or on his last breath? ഏത് വേണം? Flirty. The answer is very clear. എനിക്ക് ഞാൻ ഭയങ്കര ഷൈ. എനിക്ക് ക്യാമറ ഉണ്ടെങ്കിൽ Hey. On your last breath, that is മരിക്കാൻ പോകുന്നതിന് ഒരു നിമിഷം മുമ്പാണ് ഞാൻ ആരാണെന്നറിയോ, ഞാനൊരു മഹാസംഭവമാണ് എന്ന ഡയലോഗ് പറയുന്ന ആ ഒരു മോമെന്റ്. മരിക്കാൻ പോകുന്നതിന് വീണാ മതിയോ? വീണാ മതി. Yes, method acting, yes, of course. ഡയലോഗ് ഇല്ലാതെ വീണാ അല്ല, ഡയലോഗ് പറഞ്ഞേ പറ്റൂ, ഡയലോഗ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഡയലോഗ് അങ്ങനെ പറയാൻ പറ്റുമോ മരിക്കുന്നതിന് മുന്നേ? അതാണ് പോയിന്റ്. നമ്മളൊരു ഔട്ട് ഓഫ് ദ ബോക്സ്, ദാറ്റ്സ് ദ പോയിന്റ് ഓഫ് ദ. I'm sure you will nail it, അല്ലേ? Yes. ഇത്രയും അടിപൊളിയായിട്ട് ഈ വെൻസ്ഡേയുടെ ഔട്ട് കോസ്റ്റ്യൂമിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? Yes, yes. ഞാനൊരു സത്യം പറയണേ, എനിക്ക് അറിയില്ല. ഞാൻ വെറുതെ ജാട കാണിക്കുന്നല്ലോ കേട്ടോ, ശരിക്കും എനിക്ക് അറിയില്ല. എന്നാ നമുക്ക് എൻജോയ്ക്ക് ഓൺ ഹിസ് ലാസ്റ്റ് ബ്രെത്ത് കൊടുത്താലോ? ആൻഡ് ലെറ്റ്സ് ഗിവ് ഫ്ലർട്ടി ടു आवर ഡയറക്ടർ സർ, അല്ലേ? അങ്ങനെ ചെയ്യാം. അല്ല, ഈ ബ്രെത്ത് ഇല്ലാതെ പറയുന്നത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ കട്ട് ചെയ്ത് വരുമ്പോ ഇത് എന്തായിട്ട് മാറുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ എനിക്ക് ക്യാമറ ഇല്ലാതെ അഭിനയിക്കാൻ പറ്റില്ല. ബട്ട് ഇത്രയും പേര് ഈ ഒരു മൊമെന്റിനാണ് വെയിറ്റ് ചെയ്തത്. സംവിധായകൻ ഒരു ഒന്നാന്തരം നടനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇയാൾ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നറിയോ? ആദിത്യൻ ഈ പറഞ്ഞ 2 ഐറ്റം ഉണ്ട്. ഐ തിങ്ക് ക്രൗഡിന്റെ കയ്യിൽ നമുക്ക് കുറച്ചും കൂടി എൻകറേജ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഒരു നല്ല ലാക്ക് നമുക്ക് കാണുന്നുണ്ട്. സോ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ നിഹാലും സുബിൻ നല്ല സ്പോർട്ട് ആയിട്ട്. നിങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് വരുത്തിയാൽ രണ്ടുപേരും പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരാവോ? Does anyone want 2 people? Okay, we have one girl who's already coming up. Thank you so much. Yes, ഒരാളും കൂടി. We need one more. In the meantime, okay, പേരൊന്ന് പറയാമോ? Evan. Okay, so which one do you want to do? Flirty? Okay, she wants to do flirty. So let's hear it from her. ഞാൻ ആരാന്നറിയോ? ഞാൻ ഭയങ്കര സംഭവം. Yes, thank you. So ഒരാളും കൂടി. On your last breath, നമ്മള് ഡെത്തിന് ഒരു മൂമെന്റിന് മുമ്പാണ് ഞാൻ ആരാണെന്ന് അറിയോ, ഞാനൊരു മഹാസംഭവമാണ്. Yes. Archie, by popular demand. Yes, yes, ഓടിപ്പോരെ. Yes, yes. ഓഡിയൻസിൽ നിന്ന് ഭയങ്കര മടി. അപ്പൊ നമുക്ക് എൻജോയ് കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാലോ എന്നാ? ഓക്കെ, ഹാവ് someone to come. Okay, then one more person from the audience. Can you please make it quick? ഒരു ചെറിയ ഡയലോഗ് അല്ലേ? Yes, it's open to teachers as well. ഓക്കെ, അഭിനയിക്കാൻ മടിയാണെങ്കിൽ എന്നാ വേറൊരു ഓപ്ഷൻ തരാം. നമ്മുടെ കൊറിയോഗ്രാഫി ചെയ്യാൻ താല്പര്യമുണ്ടോ? സ്റ്റെപ്പ് Yes, അതിന് ഇവിടെ ഇഷ്ടം പോലെ